Hello. Welcome to Market Discussion of the Day. Today, August 4th, 2025, Monday ആണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ആ വീക്കിലെ ഫണ്ടമെന്റൽസിനെ കുറിച്ചും അതിനുശേഷം ടെക്നിക്കൽസിനെ കുറിച്ചുമാണ് അല്ലേ. സോ ഫണ്ടമെന്റൽസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 4 ദിവസത്തെ ബാച്ച് ക്ലാസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നാളെ നമുക്ക് വൈകുന്നേരം UK ടൈമിംഗ് 3:15 നമുക്ക് 3 മണിക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. നോർമലി അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ന്യൂസാണ്. പക്ഷേ ഈ ആഴ്ച US അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്നതുകൊണ്ടിട്ട് അത് ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഒന്ന് നോക്കി പോകണം. കാരണം 2 ആഴ്ചയ്ക്ക് മുന്നേ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടായി. 3321 നിന്ന് 3378 വരെ ഏകദേശം അരമണിക്കൂർ മൂവ്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊരു ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റീസൺ എന്നുള്ള കാര്യവും. അതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നല്ലേ. ഒപെക് പ്ലസ് കൺട്രീസ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷമുള്ള ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നപ്പോൾ അത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായി. സോ ഈ ആഴ്ചയും അത് ഇമ്പാക്റ്റ്ഫുൾ ആവാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ യൂറോപ്യൻ കൺട്രീസ് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തി US നിന്ന് എണ്ണ മേടിക്കാം എന്നുള്ളൊരു എന്നൊരു കാര്യങ്ങളൊക്കെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ റീസണാണ് ഈ ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസ് വരുമ്പം അത് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞത്. വ്യാഴാഴ്ച നമുക്ക് ആകപ്പാടെയുള്ളൊരു ന്യൂസ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അതിനുശേഷം ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. 2:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. 1:30 മണിക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്. വെള്ളിയാഴ്ച നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് അല്ലാതെ വേറെ പല കാര്യങ്ങളും മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം, ഓഗസ്റ്റ് 1 താരിഫിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് 25% താരിഫും പല രാജ്യങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ട് യൂറോപ്യൻ കൺട്രീസിന് 15% താരിഫൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ അതിനൊരു ഉറപ്പ് കറക്റ്റായിട്ടുള്ളൊരു 7 ദിവസമാണ് കൊടുത്തിട്ടുള്ളത് US ഗവൺമെൻറ്. സോ അത് ഈ ആഴ്ചയായിരിക്കും അതിനുള്ളൊരു തീരുമാനം വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു തീരുമാനവും വരും. ഓക്കെ, സോ അത് ഒന്ന് കൺസിഡർ ചെയ്ത് പോവുക. അതേപോലെ തന്നെ താരിഫിനെ പ്രമാണിച്ച് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഡയറക്റ്റ്ലി റഷ്യയായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് സെക്കൻഡറി താരിഫ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി താരിഫ് കുറച്ച് കൺട്രീസിന് എതിരെ വരും. ഡയറക്റ്റ്ലി റഷ്യയായിട്ട് ഡീൽ ചെയ്യുന്ന കൺട്രീസിനെതിരെ വരും എന്നുള്ളൊരു ന്യൂസും കൂടെ വരുന്നുണ്ട്. സോ അതൊക്കെ കൊണ്ടിട്ട് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും ഈ ഒരു വീക്ക് ആ ഒരു ന്യൂസുകളൊക്കെ വരുന്നത് വരെ. അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാലും അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ റേറ്റിനകത്തൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ന്യൂസ് ബേസ് ചെയ്തിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇന്ന് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. കാരണം എന്താ പറയുക, US പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈവൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ വരെ ട്രംപ് പുറത്താക്കുന്നുണ്ട്. പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടിട്ട്. പുള്ളിക്കാരൻ ഡയറക്റ്റ്ലി ഫെഡ് ചെയർ പവലിനെ പുറത്താക്കാനായിട്ടുള്ള അധികാരമില്ലാത്തത് കൊണ്ടിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരെയും പുറത്താക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല ആൾക്കാരും വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ അടുത്ത വർഷം US മിഡ് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു.
സോ അതുകൊണ്ടിട്ട് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് ഉറപ്പായിട്ടും US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ സെക്കൻഡറി താരിഫും പ്രമാണിച്ചും അതേപോലെ തന്നെ ഈ പല ഒഫീഷ്യൽസിനെയും പുറത്താക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ളൊരു ഒരു ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. വളരെ നല്ലൊരു ബ്രോക്കറാണ്. ഓക്കെ, വളരെ ചെറിയ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ എല്ലാ റെഗുലേഷൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എല്ലാ റെഗുലേഷൻസും UAE എന്നുള്ള റെഗുലേഷൻസ്, UK എന്നുള്ള പ്രോപ്പർ റെഗുലേഷൻസ്, അങ്ങനെ ഓസ്ട്രേലിയ എന്നുള്ള റെഗുലേഷൻസ്, അങ്ങനെ അത്യാവശ്യം നല്ല റെഗുലേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രൊമോഷൻസ് തരുന്ന, ഈവൻ സ്പ്രെഡ് ഫ്രീ അക്കൗണ്ട് വരേണ്ടത്. അതായത് നമ്മളൊരു ദിവസം ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പ്രെഡ് ഇല്ലാതെ സ്പ്രെഡ് ഫ്രീ അക്കൗണ്ട് ഉണ്ട് ഇന്ത്യയിൽ. ഞാനൊക്കെ യൂസ് ചെയ്യുന്ന 14 ദിവസം സ്പ്രെഡ് ഫ്രീ അല്ല, സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 14 ദിവസത്തേക്കുള്ള ഇന്ത്യയിൽ ലൈഫ് ലോങ് സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകളും ഉണ്ട്. അതിൻ്റെ കൂടെ പ്രൊമോഷൻസും ഉണ്ട്. പ്രൊമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ $500 50%, ടോട്ടൽ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% അവരുടെ പ്രൊമോഷൻസിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റാർ ട്രേഡറിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ നമ്മളുടെ JPYയിലോട്ട് തന്നെ പോവാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 147.91 റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ നമുക്കറിയാം 148 താഴെയായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ആയത്. സോ 148 മുകളിൽ പോകത്തില്ല എന്നൊന്നും പറയാറായിട്ടില്ല. നമുക്ക് ഇന്നത്തെ ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും JPYയിൽ നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണം എന്നുള്ള ആൾക്കാർക്ക് 148 സെല്ല് ചെയ്യുകയും ചെയ്യാം. 148.70 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് JPYയിൽ JPYയുടെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ JPY ഈ ആഴ്ചത്തെ വീക്ക്ലി റേഞ്ച് 146 to 150 വീക്ക്ലി റേഞ്ച് എന്ന് പറയുന്നത്. ഇന്നത്തെ ഡെയിലി റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 147.3 to 148.3 എന്നതാണ് ഇന്നത്തെ ഡെയിലി റേഞ്ച് നമ്മുടെ JPYയിലെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയിലെ ഈ വീക്കിലെ റേഞ്ച് വന്നിട്ട് 1.1500 to 1.1800 ആണ്. ഓക്കെ, സോ യൂറോ നമുക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച വലിയൊരു കറക്ഷൻ 1.1400 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 1.1500 എന്ന് പറയുന്ന സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഇനി നമുക്ക് 1.15 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ അത് ഹോൾഡ് ചെയ്ത് 1.1800 വരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തുറന്ന് തന്നിരിക്കുന്നുള്ളത്. ഏതാണ്? യൂറോയിൽ. ഓക്കെ, സോ യൂറോയിൽ എനിക്ക് അതാണ് പറയാനായിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ GBP എടുക്കുകയാണെങ്കിൽ 1.3277 1.3140 വരെ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. 1.3300 മുകളിൽ മാർക്കറ്റ് ക്കുന്നത് വരെ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. അതിനുശേഷം മാത്രം 2 മാർക്കറ്റ് ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ 1.3300 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. GBP ഓക്കെ, റേഞ്ച് നോക്കുകയാണെങ്കിൽ വീക്ക്ലി റേഞ്ച് വന്നിട്ട് 1.3250 to 1.3550 വരെയാണ് വീക്ക്ലി റേഞ്ച് GBPയിലുള്ളത്. ഡെയിലി റേഞ്ച് നോക്കുകയാണെങ്കിൽ 1.3250 to 1.3320 വരെയാണ് ഡെയിലി റേഞ്ചിൻ്റെ ഒരു കാര്യവും കൂടെ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡിൻ്റെ ഈ വീക്കിലെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3330 to 3390 വരെയാണ് ഈ ആഴ്ചത്തെ ഗോൾഡിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം ഒരു 3400 വരെയൊക്കെ ആയിരിക്കും ഈ വീക്കിലെ റേഞ്ച് ഗോൾഡിൻ്റെ. ഓക്കെ, അത് കടന്ന് മുകളിലോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ
ഓക്കെ. അതേപോലെ ഇന്നത്തെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 3341 ടു 3365 വരെയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ റേഞ്ച് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഇത് US സെഷന് മുന്നേ ഉള്ള റേഞ്ചാണ് കേട്ടോ. ഡെയിലി റേഞ്ച് പറഞ്ഞത് അത് US സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി തീരും. കാരണം ഒരുപാട് ന്യൂസുകൾ US നിന്ന് വരാൻ കിടപ്പുണ്ടായത് കൊണ്ടിട്ട് അത് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം എനിക്കറിയേയില്ല. ഓക്കെ. നമുക്ക് ഗോൾഡിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഇന്ന് ഇപ്പോൾ കറൻ്റ്ലി 3358-59 റേഞ്ചിൽ ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നു. ഓക്കെ. സോ നമുക്ക് എടുക്കാൻ പറ്റുന്ന റേഞ്ച് 3340 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ. നമുക്ക് 3330 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ. 3340 താഴെയായിട്ട് കിട്ടുകയാണെങ്കിൽ വേണം എന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്യാം കേട്ടോ. 3365 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ സെല്ല് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. സ്റ്റോപ്പ് ലോസ് ഒരു ടൈറ്റായിട്ട് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഒരു 70 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് 3365 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.